Hello everyone. Assalamu alaikum. Welcome to our channel Ummante Ruchikoottu. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് മിക്സഡ് ബീഫ് പത്തിരി. ഇനി ഇതിന് ആവശ്യമായ സാധനങ്ങൾ 2 കപ്പ് മൈദ, വെള്ളം, ഉപ്പ് എന്നിവ ചേർത്ത് 10 മിനിറ്റ് കുഴച്ച് അത് മാറ്റിവെക്കുക. 3 വലിയ സവാള കനം കുറച്ച് ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കും ചതച്ചെടുത്തത്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ക്യാബേജ്, ക്യാരറ്റ് എന്നിവ ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കരിവേപ്പില, ആവശ്യത്തിന് മല്ലിയില, 1/2 കപ്പ് തേങ്ങ, പിന്നെ വേണ്ടത് 250 ഗ്രാം ബീഫ്, ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ട് വേവിച്ച് ക്രഷ് ചെയ്തത്, മസാല ഉണ്ടാക്കാനുള്ള ആവശ്യത്തിന് വെളിച്ചെണ്ണ, 2 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഫ്രൈ ചെയ്യാനായി. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസ് അടുപ്പിൽ വെക്കുക. നന്നായിട്ട് പാത്രം ചൂടായി വരണം. എന്നതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. ചൂടായ ഈ എണ്ണയിലേക്ക് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച 3 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ സവാളയും ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ച് വെച്ചത് ചേർക്കുക. ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജും ക്യാരറ്റും ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ബീഫ് ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സായി വന്ന ഈ കൂട്ടിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കുക. ചേർത്തിട്ട് നന്നായിട്ട് ഇതിലെ കൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ചേർക്കുക. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് കരിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് അരിഞ്ഞിടണം. ഇനി നമുക്ക് കുഴച്ചു വെച്ച മാവ് ചെറിയ ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇവ ഓരോന്നും ഞാൻ എടുത്തിട്ട് ചപ്പാത്തി പരുവത്തില് നന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ പരത്തിയെടുക്കണം. ഇനി ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് പരത്തി വെച്ച മാവ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഈ പത്തിരിയിലേക്ക് ആവശ്യത്തിന് മസാല നിറയ്ക്കുക. ഇത് കവർ ചെയ്യാനായിട്ട് മറ്റൊരു പത്തിരിയും കൂടിയിട്ട് എടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഇതിന്റെ അറ്റമൊക്കെ നന്നായിട്ട് അമർത്തി കൊടുക്കുക. നല്ലതുപോലെ അമർത്തിയില്ലെങ്കിൽ വേഗം എണ്ണ കുടിച്ചു പോകും. അതുകൊണ്ടാണ് നന്നായിട്ട് അമർത്തി കൊടുക്കുക. എല്ലാ വശവും നന്നായിട്ട് അമർത്തി കൊടുത്തതിന് ശേഷം ഒരു ഡിസൈനായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് അതിന്റെ അറ്റങ്ങളെല്ലാം ഒന്ന് അമർത്തി കൊടുക്കണം. ഇതുപോലെ എല്ലാ പത്തിരിയും മസാല കൂട്ടി വെച്ച് നിറച്ചെടുക്കുക. ഇനി നമ്മൾ പത്തിരി പൊരിക്കാനായിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് 1 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പത്തിരിയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെച്ച 2 മുട്ട ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇനി ഈ ഓരോരോ മിക്സ്ഡ് ഇറച്ചി പത്തിരിയും ഈ മുട്ടയിൽ മുക്കി നേരെ ഫ്രൈ പാനിലേക്ക് വെച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഓരോരോ പത്തിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ മിക്സ്ഡ് ഇറച്ചി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇനി മറ്റൊരു നല്ലൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.